Hi students, welcome back to Botany online class. In the previous class we had learned about the structure of dicot stem and monocot stem. Today we are going to learn about the structure of leaf. First of all, we are going to learn about the structure of dicot leaf or dorsiventral leaf. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം മോണോക്കോട്ട് സ്റ്റെം ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറാണ് പഠിച്ചത്. ഇന്ന് ലീഫിൻ്റെ സ്ട്രക്ചർ, അതായത് ഡൈക്കോട്ട് ലീഫിൻ്റെയും മോണോക്കോട്ട് ലീഫിൻ്റെയും സ്ട്രക്ചർ പറയണം. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡോർസിവെൻട്രൽ ലീഫ് ഓർ ഡൈക്കോട്ട് ലീഫ്. The vertical section of a dorsiventral leaf through the lamina shows three main parts, namely epidermis, mesophyll and vascular system. The epidermis, which covers both the upper surface or adaxial epidermis and lower surface or abaxial epidermis of the leaf, has a conspicuous cuticle. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 പാർട്സാണ് കാണാൻ പറ്റുക: എപ്പിഡെർമിസ്, മീസോഫിൽ, ദെൻ വാസ്കുലാർ സിസ്റ്റം. എപ്പിഡെർമിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ല, ഏറ്റവും പുറമേ കാണുന്ന ഒരു വരി കോശങ്ങളെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നത്. ലീഫിൻ്റെ കേസിൽ അപ്പർ എപ്പിഡെർമിസും ഉണ്ട്, ലോവർ എപ്പിഡെർമിസും ഉണ്ട്. ഇപ്പോൾ സ്റ്റെമ്മിലെ റൂട്ടിൽ നമുക്ക് അപ്പർ എപ്പിഡെർമിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലീഫ് ആകുമ്പോഴത്തേക്ക് അപ്പർ സർഫസിലും ലോവർ സർഫസിലും എന്തുണ്ട്? എപ്പിഡെർമിസ് ഉണ്ട്. അപ്പർ സർഫസിലെ എപ്പിഡെർമിസിനെ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും ലോവർ സർഫസിലെ എപ്പിഡെർമിസിനെ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ട് ക്യൂട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, ദ അബാക്സിയൽ എപ്പിഡെർമിസ് ജനറലി ബെയർസ് മോർ സ്റ്റൊമാറ്റ ദാൻ അഡാക്സിയൽ എപ്പിഡെർമിസ്. ഇനി സ്റ്റൊമാറ്റ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അബാക്സിയൽ എപ്പിഡെർമിസിലാണ്, അതായത് ലോവർ സർഫസിലാണ്. ദ ടിഷ്യൂ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഈസ് കാൾഡ് മീസോഫിൽ. അപ്പോൾ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയ്ക്കുള്ള ടിഷ്യൂസിനെ എല്ലാം കൂടി ചേർത്ത് മീസോഫിൽ എന്നാണ് വിളിക്കുന്നത്. മീസോഫിൽ വിച്ച് പൊസസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത് മീസോഫില്ലാണ്, കാരണം അതിൽ ക്ലോറോഫിലുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മീസോഫിൽ എന്തിന് സഹായിക്കുന്നത്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് parenchyma cells. It has 2 types of cells, the palisade parenchyma and spongy parenchyma. ഇനി മീസോഫില്ലിൽ കാണപ്പെടുന്നത് പ്രധാനമായും പാരൻകൈമ സെൽസ് ആണ്. അത് തന്നെ 2 തരത്തിലുണ്ട്. പാലിസേഡ് പാരൻകൈമ എന്നും സ്പോഞ്ചി പാരൻകൈമ എന്നും വിളിക്കും. The adaxially placed palisade parenchyma is made up of elongated cells which are arranged vertically and parallel to each other. അഡാക്സിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പർ സർഫസിലുള്ള പാരൻകൈമ സെൽസാണ് പാലിസേഡ് പാരൻകൈമ. അതെന്ന് പറയുന്നത് ഇലോങ്കേറ്റഡ് സെൽസാണ്, അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Then the oval or round and loosely arranged spongy parenchyma is situated below the palisade cells and extends to lower epidermis. ഇനി പാലിസേഡ് പാരൻകൈമയ്ക്ക് താഴെയായിട്ടാണ് കാണപ്പെടുന്നത് സ്പോഞ്ചി പാരൻകൈമ. അതെന്ന് പറയുന്നത് ഓവൽ ഓർ റൗണ്ട് ഇൻ ഷേപ്പ്, അതുപോലെ തന്നെ ലൂസ്ലി പാക്ഡ് ആണ്. പിന്നെ എന്താണ്, ഇറ്റ് എക്സ്റ്റെൻസ് ടു ദ ലോവർ എപ്പിഡെർമിസ്. ഇനി ലോവർ എപ്പിഡെർമിസ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് വാസ്കുലാർ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റം ഇൻക്ലൂഡ്സ് വാസ്കുലാർ ബണ്ടിൽസ് വിച്ച് ക്യാൻ സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് മിഡ്രിബ്. അപ്പോൾ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് വാസ്കുലാർ ബണ്ടിൽസ് ആണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അത് വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത് വെയിൻസിലും മിഡ്രിബിലുമാണ്. ദ സൈസ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽസ് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് വെയിൻസ്. The veins vary in thickness in the reticulate venation in dicot leaves. The vascular bundles are surrounded by a layer of thick-walled bundle sheath cells. അപ്പോൾ അവിടെ ഓർത്ത് വയ്ക്കണം, വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് thick-walled ബണ്ടിൽ ഷീത്ത് സെൽസ്. അത് നമ്മൾ റൂട്ടും സ്റ്റെമ്മും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത എന്താണ്?
വാസ്കുലർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും എന്ത് തീർന്നു? ഡൈക്കോട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി അടുത്തത് ഐസോ ബൈലാറ്ററൽ ലീഫ് ഓർ മോണോകോട്ട് ലീഫ്. The anatomy of isobilateral leaf is similar to that of dorsiventral leaf in many ways. നമ്മൾ പറഞ്ഞ ഡൈക്കോട്ട് ലീഫിനെ പോലെ തന്നെ ആണ് എന്തിൻ്റെയും സ്ട്രക്ചർ, മോണോകോട്ടിൻ്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇറ്റ് ഷോസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ്. ഇനി എന്താണ് ആ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ബാക്കി ഒരുപാട് കാര്യത്തിൽ സിമിലാരിറ്റി ഉണ്ട്, വളരെ കുറച്ച് കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. The stomata are present on both surface of the epidermis. ഡൈക്കോട്ട് ലീഫിലാണെങ്കിൽ ലോവർ സർഫസിൽ അല്ലെങ്കിൽ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. മോണോകോട്ട് ലീഫ് ആകുമ്പോൾ രണ്ട് സർഫസിലും, അതായത് അഡാക്സിയൽ എപ്പിഡെർമിസിലും അബാക്സിയൽ എപ്പിഡെർമിസിലും എന്തുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. ആൻഡ് മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. നമ്മൾ പറഞ്ഞില്ലേ മീസോഫിൽ, അതായത് അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയ്ക്കുള്ള ടിഷ്യൂസിനെ എല്ലാം ചേർത്ത് നമ്മൾ മീസോഫിൽ എന്നാണ് വിളിക്കുന്നത്. ഡൈക്കോട്ട് ലീഫിൽ മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. ഡൈക്കോട്ട് ലീഫിൽ മീസോഫിൽ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? പാലിസേഡ് പാരൻകൈമ എന്നും സ്പോഞ്ചി പാരൻകൈമ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നാൽ മോണോകോട്ടിൽ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. പാലിസേഡ് എന്നോ സ്പോഞ്ചി എന്നോ ഉള്ള ഡിഫറൻഷിയേഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. In grasses, certain adaxial epidermal cells along the veins modify themselves into large empty colorless cells. These are called bulliform cells. ഇനി ഓർക്കാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബുള്ളിഫോം സെൽസ് ആണ്. ഒരുപാട് പ്രാവശ്യം എക്സാമിനൊക്കെ വൺ വേർഡിനും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഗ്രാസസ് സർട്ടൻ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ്, അഡാക്സിയൽ എന്ന് പറയുമ്പോൾ അപ്പർ എപ്പിഡെർമൽ സെൽസ് അലോങ് ദ വെയിൻസ് മോഡിഫൈ ദംസെൽസ് ഇൻറ്റു ലാർജ് എംറ്റി കളർലെസ് സെൽസ്. അതാണ് ഇവിടെ ഓർക്കാനുള്ളത്. അപ്പോൾ അപ്പർ എപ്പിഡെർമിസിലുള്ള കുറച്ച് സെൽസ്, അതായത് വെയിന് തൊട്ടടുത്തുള്ള സെൽസ് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ലാർജ് എംറ്റി കളർലെസ് സെൽസ്. ആൻഡ് ദീസ് സെൽസ് ആർ നോൺ ആസ് bulliform cells. When the bulliform cells in the leaves have absorbed water and are turgid, the leaf surface is exposed. അപ്പോൾ ഈ ബുള്ളിഫോം സെൽസിൽ വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ ടർജിഡ് ആവും, വലുതാവും. അതുകൊണ്ടാണ് ലീവ് സർഫസിനെ ഇങ്ങനെ സൺലൈറ്റിന് നേരെ എക്സ്പോസ് ചെയ്ത് നിർത്താൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഇത് ഗ്രാസസിലാണ് കാണപ്പെടുന്നത്. ഗ്രാസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് വളരെ ചെറുതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ സൺലൈറ്റിന് നേരെ എക്സ്പോസ് ചെയ്ത് നിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ബുള്ളിഫോം സെൽസിൻ്റെ ഫങ്ഷൻ. When they are flaccid due to water stress, they make the leaves curl inwards and minimize water loss. ഇനി വെള്ളം കുറവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ബുള്ളിഫോം സെൽസ് അങ്ങ് ഫ്ലാസിഡ് ആവും. ഫ്ലാസിഡ് മീൻസ് ഇങ്ങനെ അങ്ങ് ഒട്ടിപ്പോവും. അത് ഒട്ടിയിട്ട് ലീവ്സ് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും. അപ്പോൾ ആ വാട്ടർ ലോസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് സെക്കൻഡറി ഗ്രോത്ത് ആണ്. അപ്പോൾ ഡൈക്കോട്ട് ലീഫിൻ്റെ മോണോകോട്ടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡറി ഗ്രോത്ത് ആണ്. The growth of roots and stems in length with the help of apical meristem is called primary growth. നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നത്. അതിന് സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള സെൽസിനെ നമ്മൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്നാണ് വിളിച്ചത്. മെരിസ്റ്റമാറ്റിക് സെൽസിൽ തന്നെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ദ ഗ്രോത്ത് ഓഫ് റൂട്ട്സ് ആൻഡ് സ്റ്റെംസ് ഇൻ ലെങ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എപ്പിക്കൽ മെരിസ്റ്റം ഈസ് കാൾഡ് പ്രൈമറി ഗ്രോത്ത്. അപ്പോൾ എപ്പിക്കൽ ഗ്രോത്തിൻ്റെ സഹായത്താൽ നടക്കുന്ന ഗ്രോത്ത്, അതായത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ലെങ്ത് കൂടാൻ സഹായിക്കുന്ന ഗ്രോത്ത്, അതിനെ നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്നാണ് പറയുന്നത്.
എപ്പാർട്ട് ഫ്രം പ്രൈമറി ഗ്രോത്ത് മോസ്റ്റ് ഡൈക്കോട്ട് പ്ലാന്റ്സ് എക്സിബിറ്റ് ആൻ ഇൻക്രീസ് ഇൻ ഗിർത്ത്. ഇനി പ്ലാന്റ് പാർട്സിന് നീളം കൂടുക എന്നത് മാത്രമല്ല, ഡൈക്കോട്ട് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിലുള്ള, അതായത് വണ്ണം വയ്ക്കൽ എന്ന് പറയുന്ന, സസ്യഭാഗങ്ങൾക്ക് വണ്ണം കൂടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ. അപ്പോൾ ദിസ് ഇൻക്രീസ് ഇൻ ഗിർത്ത് ഈസ് കാൾഡ് സെക്കൻഡറി ഗ്രോത്ത്. ഇങ്ങനെ വണ്ണം വയ്ക്കുന്ന ആ ഗ്രോത്തിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ നീളം വയ്ക്കുന്നത് മാത്രമല്ല, പ്ലാന്റ് പാർട്സ് നീളം വയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, വണ്ണം വയ്ക്കാറുണ്ട്. നമുക്കറിയാം തേക്ക്, മാവ്, പ്ലാവ് ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ തടിക്ക് വണ്ണം കൂടി വരില്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഗ്രോത്തിനെയാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. The tissues involved in secondary growth are two lateral meristems. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് പാർട്സിന് വണ്ണം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റം ഏതാണ്? ലാറ്ററൽ മെരിസ്റ്റം അല്ലേ? മലയാളത്തിൽ അതിനെ പാർശ്വ മെരിസ്റ്റം എന്ന് പറയും. അപ്പോൾ ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്സ് ടു ഇൻക്രീസ് ഇൻ ഗിർത്ത് മീൻസ് വണ്ണം കൂടാൻ സഹായിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റമാണ്. ഇനി രണ്ട് തരത്തിലുള്ള ലാറ്ററൽ മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നറിയാവോ? വാസ്കുലാർ കേമ്പിയം ആൻഡ് കോർക്ക് കേമ്പിയം. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ദ ടിഷ്യൂസ് ഇൻവോൾവ് ഇൻ സെക്കൻഡറി ഗ്രോത്ത് ആർ ടു ലാറ്ററൽ മെരിസ്റ്റംസ്. ഏതൊക്കെയാണത്? വാസ്കുലാർ കേമ്പിയം ആൻഡ് കോർക്ക് കേമ്പിയം. ഇനി അത് ഓരോന്നായിട്ട്, അതായത് ആദ്യം വാസ്കുലാർ കേമ്പിയം. The meristematic layer that is responsible for cutting of vascular tissues such as xylem and phloem is called vascular cambium. അതായത് വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? വാസ്കുലാർ ടിഷ്യൂസ് സൈലവും ഫ്ലോയവും. അതിൻ്റെ എന്താ പറയുക, സൈലവും ഫ്ലോയവും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ക്യാമ്പിയമാണ് വാസ്കുലാർ കേമ്പിയം. മെരിസ്റ്റം തന്നെ, ദ മെരിസ്റ്റമാറ്റിക് ലെയർ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കട്ടിംഗ് ഓഫ് വാസ്കുലാർ ടിഷ്യൂസ് സച്ച് ആസ് സൈലം ആൻഡ് ഫ്ലോയം ഈസ് കാൾഡ് വാസ്കുലാർ കേമ്പിയം. In the young stem, it is present in patches as a single layer between the xylem and phloem. സ്റ്റെം യങ് ആയിരിക്കുമ്പോൾ, അതായത് വളരെ യങ് മീൻസ് എന്താ, ഇളം തണ്ടെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ആയിരിക്കുമ്പോൾ ഇത് ഒരു സിംഗിൾ ലെയറായിട്ട് സൈലവും ഫ്ലോയവും ഇങ്ങനെ വെവ്വേറെ പാച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറുന്നറിയോ? ഒരു കംപ്ലീറ്റ് റിങ് ആയിട്ട് മാറും. ഇനി എങ്ങനെയാണ് ആ റിങ് ഫോം ചെയ്യുന്നത്, കേമ്പിയൽ റിങ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. In dicot stem, the cells of cambium present in between primary xylem and primary phloem is intrafascicular cambium. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെംസിൽ പ്രൈമറി സൈലത്തിനും പ്രൈമറി ഫ്ലോയത്തിനും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന കേമ്പിയത്തെ ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം എന്നാണ് വിളിക്കുന്നത്. ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം. The cells of the medullary rays adjoining this intrafascicular cambium become meristematic and form the interfascicular cambium. എന്താണ് മെഡുലറി റേസ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. മെഡുലറി റേസ് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന പാരൻകൈമാറ്റസ് സെൽസ് അല്ലേ? സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന പാരൻകൈമാറ്റസ് സെൽസിനെയാണ് നമ്മൾ മെഡുലറി റേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പ്രൈമറി സൈലത്തിനും പ്രൈമറി ഫ്ലോയത്തിനും ഇടയ്ക്കായിട്ട് എന്തുണ്ടാവും? ഒരു കേമ്പിയം ഫോം ചെയ്യും. അതിനെ ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം എന്ന് പറയും. ഇനി ഈ ഇൻട്രാഫെസിക്കുലാർ കേമ്പിയത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന മെഡുലറി റേസിലെ ചില സെൽസ് എന്തായിട്ട് മാറുമെന്നറിയാവോ? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള സെൽസായിട്ട് മാറും. അപ്പോൾ ആ സെൽസിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും ഇൻ്റർഫെസിക്കുലാർ ക്യാമ്പിയവും കൂടി ചേർന്നിട്ടാണ് ഇതെന്തായിട്ട് മാറുന്ന ഒരു കണ്ടിന്യൂസ് കേമ്പിയൽ റിങ് ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ആക്ടിവിറ്റി ഓഫ് കേമ്പിയൽ റിങ്. The cambial ring become active and begins to cut off new cells both towards inner and outer sides. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് റിങ് ആയി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നറിയാവോ? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഡിവൈഡ് ചെയ്ത് മുമ്പിലേക്കും പുറകിലേക്കും സെൽസ് ഫോം ചെയ്യും. ദ സെൽസ് കട്ട് ഓഫ് ടുവേഴ്സ് പിത്ത് മീൻസ് സെൻറ്ററിലേക്ക്, അതായത് അകത്തേക്ക് ഫോം ചെയ്യുന്ന സെൽസിനെ നമ്മൾ സെക്കൻഡറി സൈലം എന്നും
ദ സെൽസ് കട്ട് ഓഫ് ടുവേഴ്സ് പെരിഫറി. പെരിഫറി മീൻസ് വെളിയിലേക്ക് ഫോം ചെയ്യുന്ന സെൽസ്, അതിനെ സെക്കൻഡറി ഫ്ലോയം എന്നും പറയും. As a result, the amount of secondary xylem produced is more than secondary phloem and soon forms a compact mass. അപ്പോൾ കാമ്പിയം എന്ന് പറയുന്നത് കൂടുതലും ഇന്നർ സൈഡിലേക്കാണ് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നർ സൈഡിലേക്ക് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഉണ്ടാകുന്നത് ഏതായിരിക്കും? സെക്കൻഡറി സൈലം ആയിരിക്കും. സെക്കൻഡറി ഫ്ലോയത്തിനേക്കാൾ കൂടുതൽ സെക്കൻഡറി സൈലം ഉണ്ടാവും. The primary and secondary phloem get gradually crushed due to continued formation and accumulation of secondary xylem. അപ്പോൾ സെക്കൻഡറി സൈലം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പുറം ഭാഗത്തേക്ക് ഫോം ചെയ്യുന്ന സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയവും പ്രൈമറി ഫ്ലോയവും എന്ത് ചെയ്യുന്നറിയാവോ? ക്രഷ് ചെയ്ത് പോവും. നിങ്ങൾ കണ്ടാണ് ഈ വലിയ മരങ്ങളുടെയൊക്കെ തൊലി ഇങ്ങനെ ഇളകിയിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്ലാവിൻ്റെയും മാവ്, പ്ലാവ്, മഞ്ഞണാത്തി, അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി പോകുന്നത് കണ്ടാണ്. ആ ഇളകി പോകുന്നതെന്ന് പറയുന്നത് ഈ സെക്കൻഡറി ഫ്ലോയവും പ്രൈമറി ഫ്ലോയവുമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്തേക്ക് കൂടുതൽ സെക്കൻഡറി സൈലം ഫോം ചെയ്യും. അപ്പോൾ ബാക്കിലേക്ക് സെൽസിനെ തള്ളി മാറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ക്രഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. At some places, the cambium forms a narrow band of parenchyma which passes through the secondary xylem and secondary phloem in radial directions. These are the secondary medullary rays. ഇനി സെക്കൻഡറി മെഡുലറി റേസും ഫോം ചെയ്യും. കാമ്പിയം ഒരു നാരോ ബാൻഡ് പാരൻകൈമ ആയിട്ട് ഫോം ചെയ്യും ചില സ്ഥലങ്ങളിൽ, വിച്ച് പാസസ് ത്രൂ ദ സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഇൻ റേഡിയൽ ഡയറക്ഷൻസ്. എന്നിട്ട് സെക്കൻഡറി സൈലത്തിനും സെക്കൻഡറി ഫ്ലോയത്തിനും ഇടയിലൂടെ ഇത് ഇങ്ങനെ കടന്നു പോകും. അതിനെ നമ്മൾ സെക്കൻഡറി മെഡുലറി റേസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സ്പ്രിംഗ് വുഡ് ആൻഡ് autumn wood. The activity of cambium is under the control of many physiological and environmental factors. അതായത് കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു വർഷം മുഴുവനും ഒരേ കാലാവസ്ഥയല്ലല്ലോ, സീസൺ മാറി വരത്തില്ലേ. ഇൻ ദ സ്പ്രിംഗ് സീസൺ കാമ്പിയം ഈസ് വെരി ആക്റ്റീവ് ആൻഡ് പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെൻറ്റ്സ് ഹാവിങ് വെസൽസ് വിത്ത് വൈഡർ ക്യാവിറ്റീസ്. ഇനി സ്പ്രിംഗ് സീസണിലാണെങ്കിൽ ഉണ്ടാവുന്ന കാമ്പിയം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈലം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹാവിങ് വെസൽസ് വിത്ത് വൈഡർ ക്യാവിറ്റീസ്, ഉണ്ടാകുന്ന വെസൽസിന് നല്ല വിസ്താരമുള്ള ക്യാവിറ്റി ഉണ്ടാവും. ആൻഡ് ദ വുഡ് ഫോംഡ് ഡ്യൂറിങ് ദിസ് സീസൺ ഈസ് കാൾഡ് സ്പ്രിംഗ് വുഡ് ഓർ ഏർലി വുഡ്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്പ്രിംഗ് സീസണിൽ ഫോം ചെയ്യുന്ന ഇത്തരത്തിലുള്ള വുഡിനെ നമ്മൾ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് പറയും. ഇനി വിൻ്റർ സീസണിലെന്ന് പറഞ്ഞാൽ കാമ്പിയം ഈസ് ലെസ് ആക്റ്റീവ് ആൻഡ് ഫോംസ് എ ഫ്യൂർ സൈലറി എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് നാരോ വെസൽസ്. സ്പ്രിംഗ് സീസണിൽ ഉണ്ടാകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ലെസ് ആക്റ്റീവ് ആയിരിക്കും. കാമ്പിയം എന്ന് പറയുന്നത് ലെസ് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വെസൽസ് എന്ന് പറയുന്നത് നാരോ ക്യാവിറ്റി ആയിരിക്കും. ആൻഡ് ദിസ് വുഡ് ഈസ് കാൾഡ് ഓട്ടം വുഡ് ഓർ ലേറ്റ് വുഡ്. ഇതിനെ വിളിക്കുന്നത് ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ്. The two kinds of woods that appear as alternate concentric rings constitute an annual ring. Annual rings seen in cut stem give an estimate of the age of the tree. അപ്പോൾ ഈ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും നമുക്ക് കളർ വെച്ച് തിരിച്ചറിയാൻ പറ്റും. സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത് ലൈറ്റർ ഇൻ കളർ ആൻഡ് ഹാസ് എ ലോവർ ഡെൻസിറ്റി. ഓട്ടം വുഡ് എന്ന് പറയുന്നത് ഡാർക്കർ ആൻഡ് ഹാസ് എ ഹയർ ഡെൻസിറ്റി. ഇത് രണ്ടും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് കാണപ്പെടും. ഒരു സ്പ്രിംഗ് വുഡ് എങ്കിൽ അടുത്തത് ഓട്ടം വുഡ്, അടുത്തത് സ്പ്രിംഗ് വുഡ്, ഇങ്ങനെ കോൺസെൻട്രിക് ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇതിനെ നമ്മൾ ആനുവൽ റിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ആനുവൽ റിങ് എന്ന് പറയും. ആനുവൽ റിങ് നമുക്ക് ഏകദേശം ആ മരത്തിൻ്റെ പ്രായം കണക്കാക്കാൻ സഹായിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ട്രീയുടെ ഏജ് കണക്കാക്കാൻ നമ്മെ സഹായിക്കുന്നത് ആനുവൽ റിങ്സ് ആണ്. ഇത്രയും മതി. ഇനി അടുത്തത് ഹാർട്ട് വുഡ്, സാപ്പ് വുഡ്, കോർക്ക്, കാമ്പിയം ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.